പോലീസിനെ ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ, റൈറ്റർ, ഡയറക്ടർ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാഹിയെ പോലെ പുഞ്ചിറ പോലെ അവസാനം നമ്മളൊരു അസ്വസ്ഥമാക്കുന്ന ഒരു ഇതാട്ടോ. അവസാനത്തെ ഒരു സീനെ ഒരു ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് സീനാണ് കാണിക്കുന്നത്. രണ്ടുപേരും, രണ്ട് നായകന്മാരും ഭയങ്കരമായിട്ട് പെർഫോമൻസ് ആണ് അതിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ടെന്ന് തോന്നുന്നത് ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റാണ്. അവസാനത്തെ ഒരു 20 മിനിറ്റ് ഭയങ്കര ഇമോഷണലായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അങ്ങനെ സിനിമാറ്റിക് ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ. ബോറടിക്കില്ല. ഒരു സീനിൽ പോലും നമുക്ക് ഇതില്ല. അത് സ്ക്രീൻ പ്ലേയുടെ പവറാണ്. റൈറ്റർ ആൻഡ് ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ്. ഷാഹിയുടെ തൊപ്പിയിലെ മറ്റൊരു തൂവലാണ്. ഗംഭീര സിനിമയാണ്. എല്ലാ രീതിയിലും നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, നല്ല മേക്കിംഗ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. ദിലീഷും റോഷനും നല്ല മ്യൂസിക്കാണ്. മനുഷ്യന് ക്യാമറ അടിപൊളി, ബെസ്റ്റ് ക്യാമറ വർക്കാണ്. എല്ലാം കൊണ്ടും ഒരു 100% ഗുഡ്. പുഞ്ചിറ പോലെ അവസാനം നമ്മളൊരു അസ്വസ്ഥമാക്കുന്ന ഒരു ഇതാട്ടോ. അവസാനത്തെ ഒരു സീനെ ഒരു ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് സീനാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ഉഗ്രം പടം. പുഞ്ചിറ പോലെ തന്നെ പുള്ളി നന്നായിട്ടൊരു പടം എടുത്തിട്ടുണ്ട്. നല്ലൊരു മനസ്സിൽ വലിക്കുന്ന നല്ലൊരു ഉഗ്രം പടം, അടിപൊളി. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പടമാണ്. ഒരു തരത്തിലും ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തല്ല. പിന്നെ ദിലീഷ് ബോധൻ്റെയും റോഷൻ മാത്തിൻ്റെയും ഒക്കെ പെർഫോമൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ദിലീഷ് ബോധൻ്റെ മറ്റേ ശരിക്കും പറയുന്ന ഒരു കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊള്ളാം. എന്തായാലും ഒരു റിയൽ ലൈഫ് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സ്റ്റോറിയായിട്ട് തോന്നുന്നു. കൊള്ളാം. ഉഗ്രം പടമായിരുന്നു അത്. ഷാഹി കബീറിൻ്റെ ഒരു രണ്ടാമത്തെ എന്താ പറയുക, ഒരു 5ാമത്തെ ഹിറ്റിലേക്ക് കടന്നിരിക്കുകയാണ് ഓഫീസിന് ശേഷം. അതുകൊണ്ട് നല്ല മൂവി ഇതാണ്. നിങ്ങളത് കാണണം. അത് എങ്ങനെ പറയാൻ പറ്റില്ല. അത് ഒരു ഗംഭീര മൂവിയാണത്. അതിൻ്റെ അവസാനം എന്ന് പറയുന്ന വേറെ മൂഡിൽ നിൽക്കുകയാണ്. പോലീസിൻ്റെ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. പോലീസിനെ ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ, റൈറ്റർ, ഡയറക്ടർ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാഹിയെ പോലെ ഗംഭീര സിനിമയാണ്. നമുക്ക് പോലീസിനോട് ഭയങ്കര റെസ്പെക്റ്റും ഉണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഭയങ്കരമായ സ്നേഹവും റെസ്പെക്റ്റും സങ്കടവും ഒക്കെ തോന്നും. ഗംഭീര സിനിമ. ദിലീഷ് ബോധൻ ബെസ്റ്റ് പെർഫോമൻസ്. രണ്ടുപേരും, രണ്ട് നായകന്മാരും ഭയങ്കരമായിട്ട് പെർഫോമൻസ് ആണ് അതിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ടെന്ന് തോന്നുന്നത് ഷാഹി കബീറിൻ്റെ സ്ക്രിപ്റ്റാണ്. ശരിക്കും ഇമോഷണലി ടച്ച് ചെയ്താണ് എൻഡ് ചെയ്യുന്ന ഈ സ്റ്റോറി. അടിപൊളി പടം. വളരെ ഇമോഷണലി ഹോണ്ടിങ് ആണ്. നമുക്ക് ഒന്നാമത് ഈ സിനിമ കാണുന്ന കൂടുതൽ പേരും ഈ ഷാഹി കബീർ എന്നുള്ള ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഡയറക്ടറുടെ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടിട്ടാണ് വരുന്നത്. അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്ത പോലെ അതിശക്തമായ ഒരു പോലീസ് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ റിയാലിറ്റി ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലേക്ക് പോലീസുകാർ എങ്ങനെയാണ് ഇടപെടുന്നതെന്നും പിന്നെ അവരുടെ ഒരു പേഴ്സണൽ ലൈഫും അവരുടെ ഈ പ്രൊഫഷണൽ ലൈഫും തമ്മിലുള്ള ആ ഒരു കണക്ഷനും അതിഗംഭീരമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ വന്നു പോയിരിക്കുന്നത്. പിന്നെ അവസാനത്തെ ഒരു 20 മിനിറ്റ് ഭയങ്കര ഇമോഷണലായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അങ്ങനെ സിനിമാറ്റിക് ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ. റോന്തൊരു പക്ക ഒറിജിനലായിട്ടൊരു റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത മൂവിയാണ്. ക്ലൈമാക്സ് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു. 2 പോലീസുകാരുടെ ഒരു നൈറ്റ് പെട്രോളിങ് കഥ. രാവിലെ വരുമ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, ജസ്റ്റ് കാണാം. പെർഫോമൻസ് വൈസ് 2 അടിപൊളിയായിരുന്നു. റോഷൻ അടിപൊളിയായിരുന്നു, ദിലീഷ് ബോധൻ അടിപൊളിയായിരുന്നു. പക്ഷേ ദിലീഷ് ബോധൻ്റെ പെർഫോമൻസ് ഒരു കിഡിലും പെർഫോമൻസ് എന്ന് പറയില്ല. ഭയങ്കര ആ ക്യാരക്ടർ ഭയങ്കര സൂപ്പറായിരുന്നു. ആൻഡ് എക്സിക്യൂട്ടീവ് ചെയ്ത് സ്ക്രീൻ പ്ലേ അടിപൊളിയായിരുന്നു. കാരണം പറയത്തൊക്കെ ഭയങ്കര സ്റ്റോറിയോ അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ ഈ ആക്ഷൻ ഹീറോ ബിജുവൊക്കെയില്ലേ, പക്ഷെ അത് കുറച്ചുകൂടി കൊമേഴ്ഷ്യലായിട്ട് തോന്നി. ഇത് പക്ക റിയൽ ലൈഫ് പോലെ എടുത്തേക്കാണ്. പക്ഷേ നമുക്ക് ബോറടിക്കില്ല. ഒരു സീനിൽ പോലും നമുക്ക് ഇതില്ല. അത് സ്ക്രീൻ പ്ലേയുടെ പവറാണ്. റൈറ്റർ ആൻഡ് ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ്. വളരെ സന്തോഷം. എനിക്ക് പറയാൻ വാക്കുകളില്ല. നല്ല പടമാണ്. ഷാഹി സാറിൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ടാവുന്ന ഓരോരോ മാജിക്കുകളുണ്ടല്ലോ, അതിൻ്റെ വ്യത്യസ്തമായ വേറൊരു പടമാണ്. നല്ല പടം. അവർ രണ്ടുപേരും വാശിക്കാണ്. അതിൽ ആരാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരും വാശിക്കാണ് അഭിനയിച്ചിരിക്കുന്നത്. സ്ക്രിപ്റ്റാണ് ഇവർ ഇതിനു മുമ്പ് പല പടങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ശരിക്കും ഇവരെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ദിലീഷ് ബോധൻ്റെ ഗംഭീരമായ പെർഫോമൻസ് ആണ്. അദ്ദേഹം ഒരു ഡയറക്ടർ ദിലീഷ് ബോധൻ ബ്രില്യൻസി എന്ന് മാറി ഒരു ആക്ടിങ്ങിൽ ദിലീഷ് ബോധൻ ബ്രില്യൻസി ഇപ്പോൾ നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ അത് വളരെ എവിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോഷൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ജസ്റ്റ് ജോയിൻ ആയിട്ടുള്ള ഒരു ഫ്രഷറായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ആ ഒരു ഭാവങ്ങളും അതൊക്കെ അതിഗംഭീരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ
റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, ഷാഹി കബീറിൻ്റെ റൈറ്റിംഗ് ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് ഈ സിനിമ കാണാം. ഗംഭീരമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. നല്ലൊരു റിയലിസ്റ്റിക് ഇമോഷണൽ ത്രില്ലറായിട്ട് സിനിമ വന്നിട്ടുണ്ട്.